ഇന്ന് നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ ദിനമാണ്. 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചതിന്റെ ഒരു ഓർമ്മയായിട്ടാണ് 2015 മുതൽ നമ്മൾ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. സോ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഡേറ്റുകളുണ്ട്. ഈ ഡേറ്റുകൾ പരീക്ഷയ്ക്ക് സ്ഥിരം മാറി ചോദിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ഡേറ്റുകളും പഠിക്കാം. 1939-45 കാലഘട്ടത്തിൽ നടന്ന രണ്ടാം ലോക മഹായുദ്ധം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നുണ്ട്. ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു. ലേബർ പാർട്ടിയുടെ നേതാവായിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകുന്നത്. ഈ ക്ലെമന്റ് ആറ്റ്ലി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ ചില അംഗങ്ങളെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും മറ്റും സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഇത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്നറിയപ്പെടുന്നത്. സോ 1946 വന്ന ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ഒരു ഔട്ട്കം, ഒരു പരിണിത ഫലമായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ തെരഞ്ഞെടുപ്പ്. അങ്ങനെ 1946 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 1946 ഡിസംബർ 9 ആദ്യമായി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മീറ്റ് ചെയ്തപ്പോൾ ആ അസംബ്ലിയിലെ ഏറ്റവും മുതിർന്ന മെമ്പറായിരുന്ന ശ്രീ സച്ചിദാനന്ദ സിൻഹ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. കൃത്യം 2 ദിവസം കഴിഞ്ഞ്, അതായത് 1946 ഡിസംബർ 11. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളതൊരു താൽക്കാലിക അധ്യക്ഷനാണ്. ഒരു സ്ഥിരം അധ്യക്ഷൻ സെലക്ട് ചെയ്യപ്പെടണം. അങ്ങനെ ഡിസംബർ 11 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരാധ്യക്ഷനായിട്ട് പ്രസിഡന്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1950 ജാനുവരി 24 ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ അദ്ദേഹം ആ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്തു. വീണ്ടും 2 ദിവസം കഴിയുന്നു, അതായത് ഡിസംബർ 13 1946. ഈ ഡിസംബർ 13 ശ്രീ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് അവതരിപ്പിക്കുന്നത്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഭരണഘടന ഉണ്ടല്ലോ, ഈ ഭരണഘടനയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കണം, അതിനകത്തുള്ള മൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഇതാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. ഈ ലക്ഷ്യപ്രമേയം ഒരു മാസത്തോളം ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത മാസം, അതായത് ജാനുവരി 22 1947 ലക്ഷ്യപ്രമേയം പാസ്സാകുന്നത്. ഈ ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അഥവാ ആമുഖം. ഈ 1947 ഓഗസ്റ്റ് മാസമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമുക്ക് വീശാനായിട്ട് ത്രിവർണ്ണ പതാക വേണം. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതിനു മുൻപേ നമ്മുടെ ത്രിവർണ്ണ പതാക നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 മുമ്പ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1947 ജൂലൈ 22 ആന്ധ്രാക്കാരനായിരുന്ന ശ്രീ പിംഗളി വെങ്കയ്യ ഡിസൈൻ ചെയ്ത ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 വരുന്നു. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാകുന്നു. 1947 ഓഗസ്റ്റ് 15 മുതൽ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ 1950 ജാനുവരി 26 വരെ, അതായത് റിപ്പബ്ലിക് ആയതുവരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതാണ് ഇന്ത്യയുടെ ഡൊമീനിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഈ ഡൊമീനിയൻ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തിയത്, അതായത് ലെജിസ്ലേറ്റീവ് വർക്ക് നടത്തിയതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ്. ഈ 1947 ഓഗസ്റ്റിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഡേറ്റ് ഉണ്ട്. അതാണ് ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുന്നത്. പിൽക്കാലത്ത് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നും അറിയപ്പെടുന്ന ശ്രീ ഡോക്ടർ BR അംബേദ്കർ ആണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 1949 വരാം. 1949 ഏക പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 1949 നവംബർ 26. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ട ദിവസം, ഭരണഘടനാ ദിവസം, ഭരണഘടനാ ദിനം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, അല്ലെങ്കിൽ സംവിധാന ദിവസം എന്നൊക്കെ അറിയപ്പെടുന്നത് 1949 ആ നവംബർ 26. ഇനി നമുക്ക് 1950 വരാം. 1950 ജാനുവരി 24 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അവസാനത്തെ സെഷൻ. അപ്പോൾ നമ്മളെല്ലാവരും കോളേജിൽ അവസാനത്തെ സെഷൻ കൂടുമ്പോൾ ഉറപ്പായിട്ടും കുറച്ച് ഒച്ചപ്പാടും ബഹളും പാട്ടുകളൊക്കെ ഉണ്ടാവും. അവിടെയും പാട്ടുണ്ടായിരുന്നു എന്ന് ഓർത്താൽ മതി. ഇതേ ദിവസം, അവസാനത്തെ ദിവസം 1950 ജാനുവരി 24 വന്ദേ മാതരം ഇന്ത്യയുടെ നാഷണൽ സോങ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ബംഗാളിയായിരുന്ന ശ്രീ ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹം 1870കളിൽ സംസ്കൃതം കലർന്ന ബംഗാളിയിലാണ് ആദ്യമായിട്ട് വന്ദേ മാതരം രചിക്കുന്നത്. പിന്നീട് 1882 പുറത്തു വന്ന അദ്ദേഹത്തിന് തന്നെ നോവലായിട്ടുള്ള ആനന്ദമഠം, ഈ ആനന്ദമഠത്തിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവസാനത്തെ ദിവസം ഒരു കൂട്ടർ വന്ദേമാതരം പാടിയപ്പോൾ മറ്റൊരു കൂട്ടർ ജനഗണമന പാടി എന്ന് ഓർത്താൽ മതി. ഇതേ ജാനുവരി 24 1950 ജനഗണമന ഇന്ത്യയുടെ നാഷണൽ ആന്തമായിട്ട് സ്വീകരിക്കപ്പെടുന്നത്. 1911 ശ്രീ രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ രചിച്ച ഒരു വർക്കാണ് ജനഗണമന. ഈ 1950 ജാനുവരി 24 മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതായത് അതുവരെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റായിരുന്ന, അധ്യക്ഷനായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഇതേ ദിവസമാണ്. 2 ദിവസം കഴിഞ്ഞ് 1950 ജാനുവരി 26 അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേൽക്കുന്നുണ്ട്. അങ്ങനെ 1949 നവംബർ 26 സ്വീകരിക്കപ്പെട്ട നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതും 1950 ജാനുവരി 26 അങ്ങനെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുന്നു.
അതായത് 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമുക്ക് നമ്മുടെ ഭരണഘടന നിർമ്മിച്ച് നൽകിയത്. എന്നാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രവർത്തനം ഇതോടെ അവസാനിക്കുന്നില്ല കേട്ടോ. 947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 950 റിപ്പബ്ലിക് ആയെങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റ് വരുന്നത് 952-ലാണ്. അതായത് 1950 ജാനുവരി 26 മുതൽ 1952 ആദ്യത്തെ പാർലമെന്റ് ഫോം ചെയ്യുന്നവരെ ഇന്ത്യയുടെ പ്രൊവിഷണൽ പാർലമെന്റായി പ്രവർത്തിച്ചതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തന്നെയാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റി നിങ്ങളിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.